കുസാറ്റിൽ എഞ്ചിനീയറിംഗ് വിഭാഗം സംഘടിപ്പിച്ച സംഗീതാന്വേഷണയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ച സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രത്തിൽ 3 പ്രതികളാണുള്ളത്. മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു, അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, എൻ ബിജു എന്നിവരാണ് പ്രതികൾ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളിദാസ്, കുസാറ്റിൽ എഞ്ചിനീയറിംഗ് വിഭാഗം സംഘടിപ്പിച്ച സംഗീതാന്വേഷണയ്ക്കിടെ 4 പേർ മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ? സംഭവം നടന്ന് 1 വർഷവും 2 മാസവും പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലൊരു കുറ്റപത്ര സമർപ്പണത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നതാണ് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും നിലവിൽ തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നിരവധി വീഴ്ചകൾ സൂചിപ്പിച്ചുകൊണ്ടുള്ളൊരു കുറ്റപത്ര സമർപ്പണം തന്നെയായിരുന്നു. അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത് സുരക്ഷാ വീഴ്ച തന്നെയാണ്. കാരണം ഈ ഒരു കുസാറ്റ് സർവകലാശാലയിൽ സംഗീത പരിപാടിക്കിടെ വലിയ രീതിയിലൊരു സംഘർഷാവസ്ഥ ഉണ്ടാവുകയും അല്ലെങ്കിൽ അവിടെ ഒരു സന്തുലിതാവസ്ഥ തകരുന്നൊരു ഘട്ടത്തിലേക്കെല്ലാം കടന്നിരുന്നു. അതിൽ 4 പേരാണ്, വിദ്യാർത്ഥികളടക്കം 4 പേരാണ് അന്ന് ആ ഒരു സംഭവത്തിൽ മരണപ്പെട്ടത്. അതിനുശേഷം അവിടുത്തെ സുരക്ഷാ വീഴ്ചയെ ചൊല്ലി വലിയ വിവാദവും പ്രതിഷേധവും എല്ലാം ഉയർന്നിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ഒരു കുറ്റപത്രത്തിൽ 3 പ്രതികളാണ് ഉള്ളത്. മുൻ പ്രിൻസിപ്പൽ അടക്കം 2 അധ്യാപകരും കൂടി ഉൾപ്പെടുന്ന, അങ്ങനെ 3 അധ്യാപകർ ഉൾപ്പെടുന്ന ഒരു പ്രതിപട്ടികയാണ് ഇപ്പോൾ ഇതിൽ ഉള്ളത്. മാത്രമല്ല സുരക്ഷാ വീഴ്ച തന്നെയാണ് ഏറ്റവും പ്രധാനമായും അന്വേഷണ സംഘം കുറ്റപത്രത്തിൽ എടുത്ത് സൂചിപ്പിക്കുന്നത്. 80 സെക്യൂരിറ്റി ഗാർഡുള്ള കുസാറ്റ് സർവകലാശാലയിൽ ഈ ഒരു പരിപാടി സമയത്ത് 3 സെക്യൂരിറ്റി ഗാർഡേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യവും കുറ്റപത്രത്തിൽ സമർപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തെ ചൊല്ലി ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിരുന്നു, പ്രതിഷേധമെല്ലാം ഉയർന്നിരുന്നു. പിന്നീട് അതിനെ സംബന്ധിച്ച് കേസുകളും പല വഴിത്തിരിവുകളിലേക്കുമെല്ലാം കടന്നിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ഒരു കുറ്റപത്ര സമർപ്പണം നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിയാണ് ഈ 3 അധ്യാപകർക്കെതിരെ കേസെടുത്തത്. അന്ന് ഈ ഒരു സംഭവം നടന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു സംഗീത നിശയോടടുപ്പിച്ചായിരുന്നു ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്കെല്ലാം കടന്നിരുന്നത്. സംഗീത നിശയ്ക്കെത്തിയ ആ ഒരു പരിപാടി അവതരിപ്പിക്കാനെത്തിയവർ ആദ്യം റിഹേഴ്സൽ എന്ന രൂപേണ അവർ പരിപാടി മെല്ലെ ആരംഭിക്കുകയായിരുന്നു. ഇത് കേട്ട് ഈ പരിപാടി ആരംഭിച്ചു എന്നുള്ള നിലയ്ക്ക് വിദ്യാർത്ഥികളെല്ലാം ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 1000 പേർക്ക് ഇരിക്കാൻ സൗകര്യത്തിലുള്ള ആ ഒരു ഓഡിറ്റോറിയത്തിൽ അന്ന് 4000 പേരാണ് ഉണ്ടായിരുന്നത്. ഇതുതന്നെയാണ് സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ എടുത്ത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് മുൻ രജിസ്ട്രാർക്കെതിരെയും വലിയ രീതിയിൽ ആരോപണം ഉയർന്നിരുന്നു. അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ചയിൽ മുൻ രജിസ്ട്രാർക്കും പങ്കുണ്ട് എന്നുള്ള തരത്തിൽ ആരോപണങ്ങളെല്ലാം ഉയർന്നിരുന്നു. എന്നാൽ ഈ ഒരു കുറ്റപത്രത്തിൽ മുൻ രജിസ്ട്രാറെ പ്രതി ചേർക്കേണ്ട ആവശ്യമില്ല എന്നുകൂടി അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്നു. എന്തായാലും 1 വർഷം 2 മാസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലൊരു കുറ്റപത്ര സമർപ്പണത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. മുൻ പ്രിൻസിപ്പൽ അടക്കം 3 അധ്യാപകരാണ് പ്രതികൾ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മുൻ രജിസ്ട്രാറെ പ്രതി ചേർക്കേണ്ട ആവശ്യമില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ശരി, കാളിദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.